നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ വല്ലാത്തൊരവസ്ഥയായി പോയി അലീനയ്ക്ക്. എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ബാലേന്ദ്രനും കൂടെ അലീനയെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇത്ര സമയം അച്ഛൻ തന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഇത്രയും വലിയൊരു മുറിയിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആ സമയത്ത് ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് വന്നു. ആൻ്റപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന തലയുർത്തി ഒന്ന് നോക്കി. എന്താന്നുള്ള അർത്ഥത്തിൽ അതെ കേണൽ സാബ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും എന്തോ വിളിക്കുന്നത്? അച്ഛനാണ് പോലും ഇതുപോലെ സ്നേഹമില്ലാത്തൊരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല. അതൊക്കെ തൻ്റെ കടപ്പാട്ടൊരു അച്ഛന് എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് തന്നോട് പെരുമാറുന്നേ. ഇതൊരുമാതിരി പട്ടാളച്ചിട്ടം കാര്യങ്ങളൊക്കെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. താൻ എങ്ങനെ ഈ വീട്ടിൽ കഴിയും? വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട്, അതിനകത്തൊരു മുറിയും തന്നിട്ടുണ്ട്. വിശാലമായ മുറി, AC, എല്ലാ കാര്യങ്ങളും ഉണ്ട്. തനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ തലമണ ഒരു പായം കിട്ടിയാൽ മാത്രം മതി. താൻ എവിടെയേലും ചുരുണ്ടുകൂടി കിടക്കും. ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ വന്നിട്ട് ഇത്രയും വലിയ മുറിയിലൊക്കെ അതും ഒറ്റയ്ക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു അലീനയ്ക്ക്. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ചോദിച്ചു, ആഹാരം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ വിശപ്പില്ല. അതെ ഇവിടുത്തേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ചാന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് പറഞ്ഞു, വിശപ്പില്ലെങ്കിൽ പറഞ്ഞാൽ മതി, വിശപ്പ് വരുമ്പോൾ പറഞ്ഞാൽ മതി, ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പനോട് പറഞ്ഞു, ആൻ്റപ്പ നീ ഒരു കാര്യം ചെയ്യുക, ഇവിടെ എല്ലാം ഒന്ന് കൊണ്ടു നടന്ന് കാണിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൻ്റപ്പൻ അലീനയെ വിളിച്ചു. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ജോലിക്കാരനോടാ പറയണേ, അല്ലെങ്കിൽ തൻ്റെ കടപ്പാട്ട് വീട്ടിൽ അച്ഛനാണ് എന്ത് ചെയ്യും? വാ മോളെ നമുക്ക് ഇതിലൂടെ നടന്നെല്ലാം കാണാമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകത്തുള്ളൂ. ഇത് പക്ഷെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. എന്ത് വന്നാലും ജോലിക്കാരോട് പറയണം പോലും. അങ്ങനെ അലീനയെ വിളിച്ചുകൊണ്ട് ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് പോയി. അവിടുത്തെ വീടും പരിസരവും ഒക്കെ കാണിച്ചു കൊടുക്കണം. അലീനയ്ക്ക് അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. പിന്നെ അലീനയ്ക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു കാര്യം, കുറേ നായ്ക്കളുണ്ട്. അലീനയ്ക്ക് നായ്ക്കളോട് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ആൻ്റപ്പൻ ചോദിച്ചു, എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യമേ, ഈ നായ്ക്കളൊക്കെ മോളെ കണ്ടിട്ട് ഒന്ന് കുരയ്ക്കുവോ ഒന്ന് ബഹളം വെക്കുവോ ഒന്നും ചെയ്യുന്നില്ല. എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ. കുറേ വർഷങ്ങളായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവരെ ഒന്നും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടില്ല. ഇത്ര സ്നേഹം അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. മുമ്പ് ഇവിടെ വന്ന് വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. ഈ സമയം ബൈജുവും പലൂസേനും കൂടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും ഏതായിരിക്കും ആ പെണ്ണ്? ആ പെണ്ണ് വന്നതിൻ്റെ ഉദ്ദേശം എന്താ? കേണൽ സാബിന് ഭയങ്കര മാറ്റമുണ്ട്. എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. ആ പെങ്കൊച്ച് വന്നതിന് ശേഷം ആകെപ്പാടൊരു വെപ്രാളം കാര്യങ്ങളൊക്കെ. വീടും പരിസരം തെളിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്യിക്കുന്നു. എല്ലാം നല്ല നീറ്റാക്കി ഇടുന്നു. എന്നാലും ആ വന്ന പെങ്കൊച്ച് ആരായിരിക്കും? ബന്ധുക്കാർ വല്ലതായിരിക്കുമോ? ഇതിനു മുമ്പ് അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലേ ഈ വീട്ടിൽ വന്നിട്ട്? ഇനിയിപ്പോൾ ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ ആ പെങ്കൊച്ച് എന്നൊരു ചിന്ത. നൂറ് ടെൻഷനുകൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയി. അങ്ങനെ അലീന അവരുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും അലീനയോട് വിവരങ്ങൾ ചോദിക്കണം. അതെ നീ ഏതാ വെച്ചേ, നീ എവിടുന്ന് വരുന്ന എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ കഴക്കൂട്ടത്ത് ഓർഫനേജിലാണ് വളർന്നത്. 10-23 വർഷക്കാലം ഓർഫനേജിൽ. അതെ, പിന്നീട് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എൻ്റെ പേര് അലീന എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓർഫനേജിൽ നിന്ന് കൊച്ചാണോ? ഇതിനെ കണ്ടാൽ പറയത്തില്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സുന്ദരി, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്. പക്ഷെ അതെങ്ങനെ സെറ്റാവും? അതുമാത്രമല്ല കേണൽ സാബുമായിട്ട് എന്താണ് കണക്ഷന്? അവർക്ക് സംശയം കൂടി. ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒടുവിൽ ചോദിക്കുകയും ചെയ്തു, കേണൽ സാബിൻ്റെ ആരാന്ന്. അലീന പറഞ്ഞു, അതെ കേണൽ സാബിനോട് തന്നെ ചോദിച്ചാൽ മതി. അലീന കൂടുതലൊന്നും വിട്ടു പറയാൻ പോയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറിയിലേക്ക് വന്നിങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ? അവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ കുറേ ജോലികൾ ഉണ്ടായിരുന്നു, സമയം തികയത്തില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, എവിടെ ഇരിക്കണം, എവിടെ പോകണം, നിൽക്കണം കിടക്കണം ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. ഒരു മുറി തന്നിട്ടുണ്ട് തൻ്റേതാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ മുറിയിലേക്ക് കയറുമ്പോൾ ആകെപ്പാടെ ഒരു ശ്വാസം മുട്ടൽ, ഒരു വീർപ്പുമുട്ടൽ, ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുവാണ്. കൊട്ടാരം പോലത്തെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആൻ്റപ്പം വീണ്ടും വന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചു. ഈ തവണ അലീന ചെന്നു കഴിഞ്ഞപ്പോൾ വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു. അലീനയ്ക്ക് അതൊന്നും കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇച്ചിരി മതി. പക്ഷേങ്കിൽ സ്റ്റാലി കഴിക്കാൻ പറഞ്ഞു. അലീന കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി കത്തിയും പോർക്കൊക്കെ എടുത്ത് അത് വെച്ച് കഴിക്കാനായിട്ട് പറയണം. അലീനയ്ക്ക് അന്ന് ശീലമുള്ള കാര്യമല്ല, കൈയും കൊണ്ട് കഴിച്ചല്ലേ. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, അതൊക്കെ ശീലിക്കണം, ഇത്രയും നാളത്തെ പോലെയല്ല, ഇവിടെ അതൊക്കെ ശീലിക്കണമെന്ന് പറഞ്ഞു.
അലീനയ്ക്ക് അത്ര വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അലീന ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ഒരു പോർക്ക് എടുത്ത് ഇങ്ങനെ എടുക്കാൻ ചിക്കനൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ എങ്കിൽ അലീനയ്ക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ പീസ് താഴേക്ക് വീണു. പെട്ടെന്ന് അലീന അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റാൻലി തടഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും എടുത്ത് കഴിക്കുമൊന്നും വേണ്ട, നിലത്ത് വീണ ഇച്ചിലൊന്നും ഇവിടെ ആരും കഴിക്കാറില്ല. ഇത് ഇഷ്ടംപോലെ സാധനം ടേബിളിൽ ഇരിപ്പുണ്ട്, നിനക്ക് എന്ത് വെള്ളം എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. നിലത്ത് പോയതാണ് എടുത്ത് കഴിക്കണേ. ഇവിടുത്തെ എൻ്റെ നായ്ക്കൾക്ക് പോലും അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. അത് കേട്ടത് അലീന പെട്ടെന്ന് അതെടുത്ത് ഒന്ന് തൂത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. സ്റ്റാൻലിക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. ആൻ്റെ പനൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞതേ 10-23 വർഷക്കാലമേ ഞാനൊരു ഓർഫനേജിലാണ് താമസിച്ചേ. അവിടെ ഇതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ചിക്കൻ പീസൊക്കെ കിട്ടിയാൽ പോലും അതൊക്കെ വിരളമായിട്ടാണ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. എവിടെയും കല്യാണ സദ്യ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും മിച്ചം കൊണ്ടേ തരും. അതൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ജീവിച്ചു പോന്നെ. ഞങ്ങൾക്കിതെന്നൊക്കെ പറഞ്ഞാൽ അമൃത, ഒരു ഇത്തിരി പോലും ആഹാരം ഞങ്ങൾ വേസ്റ്റ് ആക്കില്ല. നിലത്ത് പോയെന്ന് കരുതിയിട്ട് ഞങ്ങളിത് വേസ്റ്റ് ആക്കാറില്ല. മണ്ണ് പറ്റിയേ ഞങ്ങളിതെടുത്ത് കഴിക്കാറുള്ളൂ. ആഹാരത്തിൻ്റെ വില ഞങ്ങൾക്കറിയാം. അത് പക്ഷേങ്കിൽ വേറെ ആർക്കും മനസ്സിലാകത്തില്ലെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റാലിയുടെ മുഖമൊക്കെ ആകെപ്പാടെ മാറി. പെട്ടെന്ന് സ്റ്റാലിനി ഒന്നും മിണ്ടിയില്ല. ഈ സമയം അലീന കഴിക്കാതെ കൂടെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. സ്റ്റാലിനിക്ക് ബുദ്ധിമുട്ടായിപ്പോയി. വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു. അലീന മുറിയിലേക്ക് വന്നിട്ട് ആലോചിച്ചു, തനിക്കിവിടെ എന്ത് ജോലിയാ? ഇതിനേക്കാളും ഭേദം ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? തനിക്ക് തൻ്റെ അച്ഛനെ കൂടപ്പിറപ്പുകളെ കാണാനായിട്ട് പോകാൻ പറ്റുമോ എന്നൊരു ചിന്ത. ഒടുവിൽ അലീന ആ മുറിയിൽ ഒറ്റപ്പെടുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് അലീനയ്ക്ക് തോന്നുവാണ്. പിന്നീട് തോന്നി രോഹിത്തിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് കരുതിയിട്ട് രോഹിത്തിനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. രോഹിത്തിനാണ് വല്ലാത്തൊരു വിഷമമായിരുന്നു. രോഹിത്ത് പറഞ്ഞു, അതെ ഇവിടെ അമ്മ വന്നിട്ടുണ്ട്, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അലീന ചേച്ചി പോയതുകൊണ്ട് ഇവിടെ ഒരു സന്തോഷ സമാധാനമൊന്നും ഇല്ല. അല്ല അച്ഛനെത്തിയോ? അല്ല അച്ഛനെത്തുന്നുള്ളെന്ന് പറഞ്ഞു. ചിലപ്പം അച്ഛനിന്ന് വരില്ലായിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ? അല്ല അച്ഛൻ ഇന്ന് വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോഴും ഞാനിന്ന് എത്തത്തുള്ളൂ. കാരണം ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അലീനയെ കൊണ്ടുവിട്ടിട്ട് തിരികെ ആ വീട്ടിലേക്ക് ഒന്ന് ചെല്ലുക എന്ന് പറഞ്ഞാൽ. കാരണം ഇനിയിപ്പോൾ വൈജയന്തി പോരടിക്കാനുള്ള എനർജിയുമായിട്ട് വേണ്ട തിരികെ കയറാനായിട്ട്. പിന്നീട് അലീനെ കുറച്ച് സമയം സംസാരിച്ചു. ഭവിതയും കൃഷ്ണമോളും എന്തിന്ന് ചോദിച്ചു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കും കൊണ്ടേ ഫോൺ കൊടുക്കുന്നുണ്ട്. ഭവിതയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഭവിത സംസാരിച്ചു. അലീന ചേച്ചി സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല അവിടെ എന്തെടുക്കാനായിട്ടാ? ഇവിടെ ഒരു വലിയൊരു മുറിയിൽ ഒറ്റപ്പെട്ട പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ആരോട് സംസാരിക്കണമെന്നോ ആരോട് എന്ത് ചോദിക്കണമെന്നൊന്നും അറിയത്തില്ല. ഒരു അത്ഭുത ലോകത്തിൽ പെട്ട പോലെയാ. അച്ഛൻ പറഞ്ഞില്ലേ അലീനയുടെ അത്ഭുത ലോകമെന്ന്, എന്ന് പറഞ്ഞ പോലെയാ. അപ്പോൾ അവിടെ ചേച്ചിക്ക് എന്ത് ജോലിയാ? അതൊന്നും എനിക്കറിയില്ല മോളെ, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കൃഷ്ണമോളും കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ സംസാരം കഴിഞ്ഞപ്പോൾ രോഹിത്ത് വീണ്ടും ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതെ രേവതിക്കുട്ടി എങ്ങാനും വിളിക്കുവാണെങ്കിൽ രേവതിക്കുട്ടിയോടൊന്ന് പറഞ്ഞേക്കണം, ഞാൻ പിന്നെ അവളെ വിളിച്ചോളാന്ന്. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന കോള് കട്ട് ചെയ്തു. അലീനയ്ക്കാണ് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എഴുന്നേറ്റു. പതിവ് പോലെ അലീന എന്ന് രാവിലെ എഴുന്നേറ്റു. അലീന എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൗലോസേന അടുക്കള തിരക്കിട്ട പണിയിലാണ്. അലീന അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ കുഞ്ഞൊന്നും ചെയ്യണ്ട, ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളാം, കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അത് സാരമില്ല, ഞാൻ സഹായിച്ചോളാം. അയ്യോ വേണ്ട, ഇതേ കുഞ്ഞിവിടുത്തെ അതിഥി അടുക്കള കയറ്റി എന്തെങ്കിലും ജോലി അയച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ കേണൽ സാബ് എന്നെ ആയിരിക്കും ചീത്ത പറയണേ. കുഞ്ഞിന് ചായ വേണോ? ഞാൻ ഇപ്പോൾ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് പൗലോസേട്ടൻ ചായ എടുത്തു കൊടുത്തു. അലീനയ്ക്ക് എന്ത് ചെയ്യാനാ? അലീന എന്നിട്ട് ചായയൊക്കെ മേടിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് വേഷമൊക്കെ മാറി. അപ്പം ഭവിത കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അലീനയ്ക്ക്. ആ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത്. അതിടുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് രേവതിക്കുട്ടിയെ വിളിക്കാമെന്ന് കരുതിയത്. അപ്പോൾ രേവതിക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രേവതിക്കുട്ടിയെ വിളിച്ച് അലീന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും എന്നോടൊരു വാക്ക് പോലും ചേച്ചി പറഞ്ഞില്ലല്ലോ, പറയാതെയല്ലേ പോയത്, ചേച്ചിയുടെ ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല ചേച്ചി എവിടെയൊക്കെ പോയത്, എന്താ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അലീന ആ കാര്യങ്ങൾ പറയണേ. ഞാൻ വന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ്റെ അടുത്തേക്കോ? എന്താ ഏതാന്ന് മനസ്സിലായില്ല. അതെ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക്. എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാ.
കടപ്പാട്ടത്തെ അച്ഛൻ കൊണ്ടേ വിട്ടേന്ന് പറഞ്ഞു. അത് രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. രേവതിക്കുട്ടി മാമച്ചനോടും ഗ്രേസമ്മയോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പോയി പറയുന്നുണ്ട്. അവർക്കും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ കാര്യങ്ങളായിരുന്നു അതൊക്കെ. ആ സമയം വൈജയന്തിക്കായിരുന്നു പണി. കാരണം പിറ്റേ ദിവസം രാവിലെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് അവരുടേതായ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വൈജയ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വൈജയന്തിക്ക് അത്ഭുതം തോന്നി. ഇതെന്ത് മാറ്റം, തന്നെ മൈൻഡ് ചെയ്യാതെ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ സ്കൂളിലേക്ക് പോകാനായിട്ട് ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു. എല്ലാം അലീന പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം താൻ ഇവിടുന്ന് മാറിയുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര മാറ്റം എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. വൈജയന്തിയെ മൈൻഡ് പോലും ചെയ്യാതെയായിരുന്നു. അതുമാത്രമല്ല, കൃഷ്ണമുളുക്ക് ദേഷ്യം ഇരട്ടിയാണ്. സ്വന്തം അമ്മയാണ്, എന്നിട്ടാണ് അലീന ചേച്ചി ഇവിടുന്ന് പോയാലോ ഈ വീട്ടിലേക്ക് വരുവോളം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കൃഷ്ണമോളുടെ മനസ്സിലുണ്ട്. വീർപ്പടയ്ക്ക് കൃഷ്ണമോൾ ഇരിക്കുന്നത്, എപ്പോഴേതാ പൊട്ടിത്തെറിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് വൈജയന്തി അവരെ പോയി നോക്കി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാലും അധികം മൈൻഡ് ചെയ്യാതെ അവരെ ഒഴിഞ്ഞു മാറുകയതേ. അത് മാത്രമല്ല, അവർ തമ്മിലുള്ള ആ ബോണ്ടിങ് കണ്ണി നോക്കി അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഭയങ്കര സ്നേഹമാണ് 3 പേരും തമ്മിൽ. ഭയങ്കര സ്നേഹമോ ഒത്തൊരുമയോ ഒരു പക്ഷെ അവള് പഠിപ്പിച്ചതായിരിക്കാം. എന്നാലും അലീനയോടുള്ള ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, വൈജയന്തി അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. വൈജയന്തി കാരണമുള്ള അലീന പോയത്. അപ്പം അതിൻ്റെതായ ദേഷ്യം അവർക്കും ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഇനി എന്താണെങ്കിലും സ്റ്റാൻലി ഒരു പാഠം പഠിപ്പിക്കും. പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിയുടെ ചിട്ടകളും രീതികളൊക്കെ അലീന പൊളിച്ചെടുക്കുന്നുണ്ട്. അലീനയുടേതായ രീതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.